Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനത്തിൽ എല്ലാവരും പ്രസംഗിക്കുകയും പാട്ട് പാടുകയും ചെയ്യുമ്പോൾ എനിക്കും ഒന്ന് പ്രസംഗിക്കാൻ ആഗ്രഹം. ഞാൻ പറയുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും നിസ്കാരത്തെ കുറിച്ച് നല്ലോണം ശ്രദ്ധിക്കണം. ഒരു നിലവില്ലാത്ത ഒന്നാണ് നിസ്കാരം. നിൽക്കാൻ കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവർ കിടന്നും നിസ്കരിക്കണം, അതിനും കഴിയാത്തവർ ആക്ഷൻ കാണിക്കണം, അതിനും കഴിയാത്തവർ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കണം. നമുക്ക് കാലിനോ കൈക്കോ നടുക്കോ ഒരു ഖേദമില്ല, എന്നിട്ടും നിസ്കരിക്കാൻ ഒട്ടും സമയമില്ല. നാളെ പരലോകത്ത് അല്ലാഹു ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചായിരിക്കും. പിന്നെ എനിക്ക് എന്റെ ഉമ്മമാരോട് കുറച്ച് കാര്യങ്ങൾ സ്ട്രോങ് ആയി ചോദിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളും കൃത്യമായി 5 വക്ത് നിസ്കരിക്കാറുണ്ടോ? തോന്നിയ സമയത്ത് നിസ്കരിക്കും അല്ലേ? ഞാനതല്ലേ ചോദിച്ചത്. കൃത്യസമയത്ത് ഖളാഅാക്കാതെ എത്ര പേർ നിസ്കരിക്കലുണ്ട്? നമ്മുടെ എല്ലാ ജോലി തിരക്കും കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല നിസ്കാരം. നിസ്കാരം പിന്നെ നമ്മളെ മക്കൾക്ക് കാര്യം പറയാത്തതാണ് നല്ലത്. സ്കൂളിന്റെയും കല്യാണത്തിന്റെയും പേര് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കും. നിസ്കാരം സ്കൂൾ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമാ? ആ പഠനത്തിന് വളകൊണ്ടും പുരോഗതിയും ഉണ്ടാകില്ല. മൊബൈൽ തോന്നിയിരിക്കാൻ എല്ലാവർക്കും സമയമുണ്ട്. ഏത് പാതിരാത്രി വരെയും വാട്സാപ്പിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ ചടങ്ങിയിരിക്കാൻ നമുക്ക് സമയമുണ്ട്. ഉറപ്പൊരു പ്രശ്നമേ അല്ല. ഉമ്മമാരെ, നിങ്ങൾ